Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തേത് അരിപ്പൊടിയും തേങ്ങയും ഉള്ളിയൊക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയുടെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കിത് ഈവനിങ് സ്നാക്ക് ആയിട്ടോ അതല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് മടിയുള്ള ദിവസങ്ങളിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് പലർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെ ആയിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പത്തിരിയും ഇടിയപ്പമൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പോളം തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞ് സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുഴച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ബൗളിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് പ്രഷർ കൊടുത്ത് കുഴച്ചെടുക്കൊന്നും വേണ്ട, പതുക്കെ ഒന്ന് കുഴച്ചിട്ട് ഒന്ന് മാവാക്കി എടുത്താൽ മതി. നമ്മൾ പത്തിരിമാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല ശക്തിയിൽ കുഴച്ചെടുത്ത് സോഫ്റ്റ് ആക്കി എടുക്കൊന്നും വേണ്ട. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഇങ്ങോട്ട് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതിവിടെ നല്ല പോലെ ഒന്ന് കുഴച്ച് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുക്കാം. ചൂടായ ശേഷം അല്പം ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്നും പകുതിയോളം എടുത്തിട്ട് ഒരു ബോൾ പോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ കയ്യിലൊരു അല്പം വെള്ളമാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതിവിടെ മൂടി വെച്ചിട്ട് ഒരു 4 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഒരു ഭാഗം വേവിച്ചെടുക്കണം. അതിനുശേഷം ഇതിന് മുകളിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു 4 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആ വശം കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. വൈകുന്നേരങ്ങളിൽ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കറി ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്